അസമിൽ നിന്ന് ജോലി തേടി കേരളത്തിലെത്തി സെക്സ് റാക്കറ്റിന്റെ പിടിയിൽപ്പെട്ട പെൺകുട്ടി ഒരു ദിവസം 3-4 പേർ മുറിയിലെത്തും. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവാണ് 17-കാരിയെ കെണിയിൽ വീഴ്ത്തിയത്. ഒടുവിൽ സെക്സ് റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി അഭയം തേടിയെത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ. കോഴിക്കോട് നഗരമധ്യത്തിൽ വാടക വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സെക്സ് റാക്കറ്റ് സംഘത്തിൽ നിന്ന് ഒരാഴ്ച മുൻപ് അതിസാഹസികമായി രക്ഷപ്പെട്ട പെൺകുട്ടിയുടെ കഥ ഞെട്ടിപ്പിക്കുന്നതാണ്. തന്നെപ്പോലെ വേറെ 5 പെൺകുട്ടികൾ കൂടി ആ സംഘത്തിലുണ്ടെന്നാണ് 17-കാരിയുടെ വെളിപ്പെടുത്തൽ. അസം സ്വദേശിയായ 17-കാരിയാണ് അതിസാഹസികമായി സെക്സ് റാക്കറ്റിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട അസം സ്വദേശിയായ യുവാവാണ് പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ചത്. 15,000 രൂപ മാസശമ്പളത്തിൽ ജോലി വാങ്ങിത്തരാമെന്നായിരുന്നു വാഗ്ദാനം. ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സെക്സ് റാക്കറ്റിൽ തന്നെ പോലെ വേറെ 5 പെൺകുട്ടികളുണ്ടെന്ന് 17-കാരി പോലീസിന് മൊഴി നൽകി. ഒരു ദിവസം 3-4 പേരെയും ഞായറാഴ്ചകളിൽ 6-7 പേരെ വരെയും യുവാവ് മുറിയിൽ പ്രവേശിപ്പിക്കാറുണ്ടെന്ന് പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. പുറത്തു പോകുമ്പോൾ യുവാവ് മുറി പൂട്ടിയിടും. ഒരു ദിവസം ഫോണിൽ സംസാരിക്കാൻ മുറി പൂട്ടാതെ യുവാവ് ടെറസിലേക്ക് പോയ തക്കത്തിലാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത്. നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള കെട്ടിടത്തിലായിരുന്നു ഇവരുടെ കേന്ദ്രമെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. മുൻപ് വയറുവേദന വന്നപ്പോൾ യുവാവ് പെൺകുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നു. പോകുന്നതിനിടെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. രക്ഷപ്പെട്ട ഉടൻ കിട്ടിയ ഓട്ടോറിക്ഷയിൽ കയറി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പെൺകുട്ടിയെ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാക്കി. കൗൺസിലിംഗ് നൽകിയ ശേഷം വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയ കുട്ടിയെ പിന്നീട് വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. വ്യാജ ആധാർ കാർഡാണ് പെൺകുട്ടിയുടെ പക്കലുള്ളത്. ഇതിൽ 20 വയസ്സെന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഇത് പെൺകുട്ടിയെ കൊണ്ടുവന്ന യുവാവ് വ്യാജമായി നിർമ്മിച്ചതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.